ഹലോ ഗൈസ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ വീഡിയോ ഒന്നാണ്. നമ്മൾ ഓൾറെഡി കൊല്ലത്ത് ഹൗസ് ബോട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ്. വീഡിയോ ഭയങ്കര ലെങ്തി ആയ കാരണം നമ്മളത് 2 പാർട്ടാക്കി ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഐലൻഡിലേക്കുള്ള വിസിറ്റ് ഉണ്ട് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ഐലൻഡാണ് കേട്ടോ മൺട്രോ തുരുത്ത്. നമ്മൾ രാവിലത്തെ ഗെയിമൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ടിഫിനൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഊണ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. തല പൊള്ളണ വെയിലാണ്. അവർ തൊപ്പിയൊക്കെ തന്നുകൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മേലൊക്കെ ഇങ്ങനെ പൊള്ളും കേട്ടോ ഇരിക്കുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വെയിലാണ്. കാറ്റൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ചൂട് സഹിക്കാൻ പറ്റില്ല. യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും പിന്നെ നമ്മുടെ കോർഡിനേറ്റർ കൂടെ ഉണ്ടായിരുന്നു. ആൾ പറഞ്ഞു കുറച്ച് ദൂരം കൂടെ ചെന്ന് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചൂടുണ്ടാവില്ല, നിറയെ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് കേട്ടോ. നിറയെ കണ്ടൽക്കാടുകളാണ്. അവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനോ ഒന്നും കഴിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് വെറുതെ ഈ തോണിയിലിരുന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൽക്കാടുകൾ അങ്ങനെ ഒരു എന്താ പറയുക കൂടാരം പോലെ അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇങ്ങനെ അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങുക, അങ്ങനെയുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അവിടെ. അതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ തോണിയും കൊണ്ട് തന്നെ ഇങ്ങനെ കയറി നമ്മൾ അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങി പോകും കേട്ടോ. ഇച്ചിരി റിസ്ക്കൊക്കെ ഉണ്ട്. കാരണം അവർ പറയും പിള്ളേരെയൊക്കെ സൈഡൊക്കെ നീങ്ങി നടുവിലേക്ക് ഇരുത്തണം, അറ്റത്ത് ഇരുത്തരുത് സൈഡുകളിലൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നില്ല, ഇങ്ങനെ കൊമ്പുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മേലൊക്കെ കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളതേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടോ. രസമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിർത്തിയിടുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. കുറച്ച് നേരം നിർത്തിയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് ഹൗസ് ബോട്ടിലെത്തിയപ്പോൾ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റൂമുണ്ട്, നമുക്ക് ജസ്റ്റ് ഫ്രഷ് ആവാനും അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റൂമൊന്ന് കാണാൻ വേണ്ടിയിട്ട് റൂമിൽ കയറിയതാണ് കേട്ടോ. സൗകര്യമൊക്കെയുള്ള റൂമാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂമും എല്ലാം നല്ല വൃത്തിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ വിൻഡോ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളിലിരിക്കാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. അത്ര ചൂട് അങ്ങനെ അറിയില്ല. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷായി മുകളിലേക്ക് കയറിയപ്പോഴേക്കും അവിടെ ഫുഡിനുള്ള സെറ്റപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള വെജ് ഐറ്റംസിൽ എല്ലാം അപ്പം കറി, പരിപ്പ് കറി, അവിയൽ, തോരൻ, പപ്പടം, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ, മീൻ, കരിമീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇവർക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർക്ക് കൂടുതലും നോണാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കുറച്ച് ഡൗൺ ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെ. അപ്പോൾ മോൻ്റെ പിറന്നാൾ ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുറിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവർ പറഞ്ഞു നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്, അവരെ പ്രോഗ്രാം അവർ വൈൻഡപ്പ് ചെയ്യുന്നത് നാഷണൽ ആന്തം പാടിയിട്ടാണ്. അങ്ങനെ അവർ നാഷണൽ ആന്തം ഒക്കെ വെച്ച് അങ്ങനെ പിള്ളേരെയും കൊണ്ട് കൊടിയൊക്കെ പിടിപ്പിച്ച് ഞങ്ങളതൊക്കെ പാടി അടിപൊളിയായിട്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.